ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് മാർച്ച് മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് കമൻറ്റ് ചെയ്യുമ്പോഴും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. നിങ്ങൾക്ക് എന്നെ അവിടെയും ഫോളോ ആൻഡ് മെസ്സേജ് ചെയ്യാം ബുക്കിംഗ് എൻക്വയറിക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാർച്ചിലെ മെസ്സേജ് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ മാർച്ചിൻ്റെ ഓവറോൾ എനർജി 7 of Wands. നിങ്ങളുടെ പാസ്റ്റിൽ 6 of Wands ആണ്. കറണ്ട് എനർജി മാർച്ചിൻ്റെ നിങ്ങളുടെ ഹെർമിറ്റ്. ഫ്യൂച്ചറിലെ എനർജി ഉള്ളത് കിങ് ഓഫ് പെന്റിക്കിൾസ്. നിങ്ങൾക്ക് ചാലഞ്ച് പൊസിഷനിൽ ക്വീൻ ഓഫ് വാൻഡ്സ്. അഡ്വൈസ് നിങ്ങളുടെ 3 of കപ്സ്. ഹിഡൻ ഫാക്ടറിൽ 8 of പെന്റിക്കിൾസ്. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡാണ്. അപ്പോൾ കാപ്രിക്കോൺ, ഇവിടെ ഞാൻ കാണുന്നത് 7 of Wands ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 7 of Wands ചാലഞ്ചിൻ്റെ എനർജിയാണ്. ഇത് ബ്ലോക്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ കരിയറിൽ, റിലേഷൻഷിപ്പിൽ, ഹെൽത്തിൻ്റെ കാര്യത്തിൽ ചില ബ്ലോക്സ് ഞാൻ കാണുന്നുണ്ട് ഈ മാസം. ചില ചാലഞ്ചസ് കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അത് ഫൈറ്റ് ചെയ്യണു. അപ്പോൾ ഈ ചാലഞ്ചസ് ഒക്കെ ഇപ്പോഴത്തെ അല്ല, മുമ്പത്തെ ചാലഞ്ചസ് ആണ്. എന്നുവെച്ചാൽ 7 of Wands വെച്ചാൽ നിങ്ങൾ ഓൾറെഡി കുറേ ചാലഞ്ചസ് ഫേസ് ചെയ്തിരിക്കണു. ആൻഡ് നിങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി. ആ ചാലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള സമയമായിരിക്കണു. 7 of Wands എന്താണ് ഇവിടെ? നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഈ ചാലഞ്ചസിന്റെ കാരണം ഈ മാസം കുറെ ഒരു സ്ലോ മൂവിങ് എനർജി ആയിരുന്നു. ഇതുവരെ നിങ്ങൾ ഈ ചാലഞ്ചസിനെ ഫേസ് ചെയ്തുകൊണ്ടിരുന്നു. ഗിവ് അപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കുറെ ശ്രമിച്ചു, എഫേർട്ട് ഇട്ടു. അഗൈൻ ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, ഇത് ജോലിയുടെ കാര്യത്തിലായിരിക്കാം, ഹെൽത്തിൻ്റെ കാര്യത്തിലായിരിക്കാം. മാർച്ച് ആവുമ്പോഴേക്കും നിങ്ങൾ 7 to 8 പോണേ. ഇത് നമ്പർ 7 ആണ് ആൻഡ് ഇത് നമ്പർ 8 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാവും ഈ മാസം. നിങ്ങൾ 7 of Wands 8 of Wands പോണു. ആൻഡ് അതൊരു പ്രോഗ്രസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോണേ. ഫോർവേഡ് മൂവ്മെന്റ്, സക്സസ്, എല്ലാം കാര്യങ്ങൾ കുറച്ചുകൂടിയും ഒരു സ്മൂത്തായി മുമ്പോട്ട് പോണു ഈ മാസം. ഓക്കെ, അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് 6 of Wands ആണ്. 6 of Wands അഗൈൻ ഇവിടെ 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫിലെല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോണേ. 6 of Wands ആക്ച്വലി ഫെയിമും റെക്കഗ്നിഷന്റെ എനർജിയാണ്, കുറെ പോപ്പുലാരിറ്റിയുടെ എനർജിയാണ്. നിങ്ങൾ സ്പോട്ട് ലൈറ്റിലായിരുന്നു പാസ്റ്റില്, പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി അതിൻ്റെ കൂടെ തന്നെ ചില ചാലഞ്ചസ് വന്നു. ആൻഡ് അതിൻ്റെ കാരണം നിങ്ങൾ കുറച്ചൊരു ബാക്ക് ഫുട്ടിലായി. 6 of Wands, നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങളുടെ ലവ് ആൻഡ് റൊമാൻസിൻ്റെ കാര്യത്തിൽ ആണ് ഈ 6 of Wands. കുറേ ആൾക്കാർ നിങ്ങളെ അപ്രോച്ച് ചെയ്തിരുന്നു, കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ നിങ്ങൾ ഒരു സ്പെസിഫിക് പേഴ്സണെയാണ് മിസ് ചെയ്യണത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഏതോ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്തു, ഒരു പേഴ്സൻ്റെ കൂടെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മിസ് ചെയ്തു. ആൻഡ് അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ റിഗ്രറ്റ് ഉള്ളത്. ആൻഡ് നിങ്ങൾ മുമ്പോട്ട് മൂവ് ഓൺ ചെയ്തു, പക്ഷെ അത് ഉണ്ടായിട്ടും നിങ്ങൾ ഒരു പാസ്റ്റ് പേഴ്സണെ മിസ് ചെയ്യണു. അപ്പോൾ ഇവിടെ ഹെർമിറ്റ് എനർജിയിലാണ് നിങ്ങൾ മാർച്ചിൽ. അപ്പോൾ ഹെർമിറ്റ് കുറച്ചൊരു ഐസൊലേഷൻ്റെ എനർജിയാണ്. നിങ്ങൾ അത്ര ഒരു സോഷ്യലൈസിങ് ചെയ്യാനുള്ള മൂഡിലല്ല ഈ മാസം. ഹെർമിറ്റ് ഒരു
വിസ്ഡംന്റെ എനർജിയും കൂടിയാണ്. അപ്പൊ നിങ്ങൾ കുറെ ലെസൺസ് പഠിച്ചിരിക്കണോ, നിങ്ങളുടെ എക്സ്പീരിയൻസിന് വന്ന ലെസൺസ്, എസ്പെഷ്യലി നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കുറെ ഫോക്കസ് ചെയ്ത് അതിൽ കുറെ സക്സസ് ഞാൻ കാണുന്നുണ്ട്. അതുമാത്രമല്ല കുറെ ഒരു ലക്ഷറിയുടെ ലൈഫാണ്, ലക്ഷറി അല്ലാച്ചെല്ലാം ഒരു നല്ല കംഫർട്ടബിൾ ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാർച്ചിൽ. നിങ്ങൾ ചിലപ്പോൾ ഒരു വെക്കേഷനിൽ പോകുന്നുണ്ടാവും ഈ മാസം, ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. കുറേ സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ബ്രേക്ക് എടുക്കുന്നുണ്ടാവുക. ഒന്നുമില്ല വെച്ചാൽ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഒരു സോളോ ട്രാവലോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഞാൻ കാണുന്നത് ഈ മാസം നിങ്ങൾ കുറച്ചുകൂടി ഒരു ഐസൊലേറ്റഡ് എനർജിയിലാണ്. കുറേ ആൾക്കാരുടെ കൂടെ അത്ര നിങ്ങളുടെ ഇൻറ്ററാക്ഷൻ കുറവാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ എസ്പെഷ്യലി നിങ്ങൾ അത്ര ഒരു നോ കോണ്ടാക്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്തായാലും ഒരു വെരി ക്വയറ്റ് എനർജിയാണ് ഹൈ പ്രീസ്റ്റസും ഹെർമിറ്റും. ഇത് സ്പിരിച്വാലിറ്റിയുടെയും കാർഡാണ്. അപ്പോൾ കുറെ സ്പിരിച്വലി നിങ്ങൾ കാര്യങ്ങൾ അതിലായിരിക്കും കൂടുതൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ് ഫ്യൂച്ചറിൽ. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഒരു വെരി സ്റ്റേബിൾ റിലേഷൻഷിപ്പ്, ഒരു വെരി സ്റ്റേബിൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്. കിങ് ഓഫ് പെന്റിക്കിൾസ് സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്, അബണ്ടൻസിന്റെ എനർജിയാണ്. ടെൻ ഓഫ് സോർഡ്സ് ഉണ്ട്. അപ്പോൾ എന്തോ ഡെഫിനറ്റ്ലി ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട്, ഒരു എൻഡിങ് ഉണ്ട്, ഒരു ബിട്രിയൽ മാതിരി നിങ്ങൾ ഫീൽ ചെയ്യണു. ഇവിടെ എംപ്രസ് ഉണ്ട് ആൻഡ് കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ടോറസ് എനർജി ഉണ്ട്, ലീബ്ര എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ ഏതോ ഒരു സിറ്റുവേഷനിൽ ഒരു ഫീമെയിൽ എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളാണ് ഫീമെയിൽ ചാ ഒരു മെയിൽ എനർജി ആൻഡ് നിങ്ങളുടെ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ബിട്രിയൽ മാതിരി നിങ്ങൾ ഫീൽ ചെയ്യണു. നിങ്ങൾ മെയിലാണ് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു നിങ്ങളും ഒരു ഫീമെയിലുടെ ഇടയ്ക്ക് എന്തോ ഒരു ബിട്രിയൽ മാതിരി ഒരു എൻഡിങ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഈ പേഴ്സൺ ഒരു മാരിഡ് പേഴ്സൺ ആയിരിക്കാം, ഓർ മേ ബി നിങ്ങളായിരിക്കാം മാരിഡ് ആയ പേഴ്സൺ. ഇവിടെ ഒരു സിംഗിൾ മദർ ഓർ സിംഗിൾ പേരൻറ്റിൻ്റെ എനർജി ഇവിടെ കാണാണ്ട്. ക്വീൻ ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ ഇവിടെ ഒരു ഫയർ സൈൻ ആണ് ചാലഞ്ച് ചെയ്യണത് നിങ്ങളെ ഈ മാസം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ ആരാണ്? ജസ്റ്റിസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു മാരേജ് ഇൻവോൾവ് ആണ്. ഓക്കെ, ഇവിടെ മാരേജ് ഇൻവോൾവ് ആണ്. നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരുന്നു വെച്ചാൽ മേ ബി ആ സിറ്റുവേഷൻ എൻഡ് ആവണു. എന്നുവെച്ചാൽ ഇവിടെ ആരോ അവരുടെ മാരേജിനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യണേ. അപ്പം നിങ്ങൾ തേർഡ് പാർട്ടി ആയെന്ന് വെച്ചാൽ നിങ്ങളെ അവർ വിട്ടിട്ട് വേറെ ആളെ ചൂസ് ചെയ്യണു. ആൻഡ് അതിൻ്റെ കാരണം ഇവിടെ കുറേ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതാണ് ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് ഈ മാസം, ആ എനർജി ബാലൻസ് ചെയ്യണത്. 3 ഓഫ് കപ്സ് ആണ് അഡ്വൈസ്. അപ്പോൾ അഡ്വൈസിൽ യൂണിവേഴ്സ് നിങ്ങളോട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കണക്ട് ചെയ്യാൻ ആണ് പറയണത് ഈ മാസം. കൂടുതൽ ഐസൊലേറ്റഡ് ആവാൻ പാടില്ല. എന്നുവെച്ചാൽ നിങ്ങൾ കുറേ ലോ ആയി ഫീൽ ചെയ്യണ ചാൻസ് ഉണ്ട്. ചില സമയത്ത് നിങ്ങൾ നല്ല എനർജറ്റിക് ആയിരിക്കും, ചില സമയത്ത് ലോ ആയി ഫീൽ ചെയ്യും. നിങ്ങളെ ഡീൽ ചെയ്യണ ഒരു പേഴ്സൺ ഉണ്ട്, അവരെ കുറേ ഇൻ ആൻഡ് ഔട്ട് ആണ് നിങ്ങളുടെ ലൈഫിൽ, കമ്മിറ്റ് ചെയ്യണില്ല. ആൻഡ് അതിൻ്റെ കാരണം നിങ്ങൾ കൂടുതൽ ഇങ്ങനെ ലോ ആയി ഫീൽ ചെയ്യണം. എന്നുവെച്ചാൽ അവർ നിങ്ങളെ ഒരു അവരുടെ ഈ ബിഹേവിയറുടെ കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് എവിടെയോ എഫക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതാണ് യൂണിവേഴ്സ് പറയുന്നത്, ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, സൂക്ഷിക്കണം. ഈ പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, പക്ഷേ ഈ പേഴ്സൺ സ്റ്റേബിൾ അല്ല. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ 8 ഓഫ് പെന്റിക്കിൾസ്. 8 ഓഫ് പെന്റിക്കിൾസ് ഒരു ബിസി കരിയറുടെ എനർജിയാണ്. നിങ്ങളോട് കരിയറിലാണ് ഫോക്കസ് ചെയ്യാൻ പറയണത് ഈ മാസം. 2 ഓഫ് സോർഡ്സ് എന്നുവെച്ചാൽ നിങ്ങൾ കുറച്ചൊരു ഫ്രീ ആവുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ കുറേ ഒരു കൺഫ്യൂഷൻ മാതിരി ഒരു എനർജി ഉണ്ടാവും. അതുകൊണ്ട് കൂടുതൽ ആലോചിക്കാണ്ട് നിങ്ങൾ ചെയ്യണ കാര്യം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, എഫേർട്ട് ഇടണത് നിങ്ങളുടെ കരിയറിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇവിടെ ഒരു പുതിയ ഞാൻ ബിഗിനിങ് കാണേണ്ട, പക്ഷെ ഇവിടെ കുറേ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ മാതിരി ഈ റിലേഷൻഷിപ്പ് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമായിരുന്നു വെച്ചാൽ അതിൻ്റെ കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, കോൺഫ്ലിക്റ്റ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഔട്ട്കം 2 ഓഫ് പെന്റിക്കിൾസ്. ഈ മാസം കുറെ ഇംബാലൻസ്ഡ് ആണ്.
ചില സമയത്ത് നല്ല കാര്യങ്ങൾ ഉണ്ട്, പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എനർജി ഇംബാലൻസ്ഡ് ആണ്. ചില നെഗറ്റീവ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, പക്ഷെ അതുണ്ടായിട്ടും കുറെ പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ മാസം ഒരു മിക്സ്ഡ് മന്ത് ആണ്. ഓക്കെ, എല്ലാം തരത്തിൽ അത് പോസിറ്റീവ് അല്ല, പക്ഷെ എല്ലാം തരത്തിൽ നെഗറ്റീവും അല്ല. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായാലും നിങ്ങൾ റിക്കവറി ഉണ്ട്, അതിന് പുറത്തു വരണു, ഹീൽ ചെയ്യണു. പക്ഷെ ഡെഫിനറ്റ്ലി ചില നെഗറ്റീവ് കാര്യങ്ങളുണ്ട്, ചില നെഗറ്റീവ് ഫോഴ്സസ് ഉണ്ട്, ചില നെഗറ്റീവ് ആൾക്കാരുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ഇവര് നിങ്ങളുടെ ലൈഫിൽ കുറെ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം നിങ്ങൾ കുറെ ലോ ആയി ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഈ സിറ്റുവേഷനെ വാക്ക് അവേ ചെയ്യാം. അത് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ്? ബാലൻസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ മാസം കുറെ ഒരു ബാലൻസിങ് ആക്ട് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എല്ലാം കൂടിയും നിങ്ങൾക്ക് എല്ലാം കാര്യത്തിലും ബാലൻസ് വേണം. അപ്പോഴാണ് കുറച്ചുകൂടിയും ഈ മാസം ഒരു സ്റ്റേബിൾ മന്ത് ആവുള്ളൂ. സാജിറ്റേറിയസ് ഉണ്ട്, എക്വേറിയസ് ഉണ്ട്, ലീബ്ര, പൈസീസ്, ടോറസ്. അപ്പൊ ഇതാണ് സൈൻസ്. ഇവിടെ കുറെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സൈൻസ് ഞാൻ കാണുന്നത്. ആൻഡ് ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ മെസ്സേജ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.